ആരെങ്കിലും പാലക്കാട് നിന്ന് കാർ കൊണ്ടുവന്ന് ആലുവയിലിട്ടിട്ട് മെട്രോയിൽ കയറി വരുന്നുണ്ടോ ടൗണിലേക്ക്? ഒരാൾ പോലും വരില്ല. മോസ്റ്റ് ഫീസിബിൾ ആവുന്നത് പാലക്കാട് തൊട്ട് നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ നീളുന്ന. അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാം? കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ്. അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാനൊക്കൂ. വെരി സോറി. ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനത്തെ മന്ത്രിക്ക് പ്രത്യേകം നിഘണ്ടുവൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. വികാരം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. കൈയടിക്കണവന്മാരെന്നാ കണ്ടിട്ടാണോ ഈ കൈയടിക്കണേന്നുള്ളത്? കൊച്ചി മെട്രോ കൊച്ചിയിൽ ഉള്ളവർക്ക് മാത്രമാണെന്നല്ല, കൊച്ചിയിലാണ് മെയിനായിട്ട് പോയി മെട്രോയിൽ കയറാനൊക്കെ അധികം പറ്റുന്നത്. ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മറ്റ് പോകുന്ന ബസ്സുകളും അതുപോലെ തന്നെ ബസ്സുകൾ സാധാരണ മറ്റ് ട്രെയിനുകൾ പോലെ ഉള്ള രീതിയല്ല. അവർ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മെട്രോ രീതി സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ആലുവയിൽ ഇറങ്ങിയിട്ട് ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ ആലുവയിൽ ഇറങ്ങിയിട്ട് ആരെങ്കിലും മെട്രോയിൽ കയറി വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ മണ്ടൻ ചോദ്യങ്ങളൊക്കെ ഇദ്ദേഹം എവിടെ നിന്ന് ചോദിക്കുന്നതാണ്? എന്തിനാണ് പിന്നെ വികസനം വികസനം എന്ന് ഇദ്ദേഹം പറഞ്ഞു തരുന്ന രീതിയിലാണെങ്കിൽ പോലും ഇപ്പോൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ കന്യാകുമാരി വരെ ഒരു ട്രെയിൻ ഇട്ടൂടെ, ഒരു മെട്രോ റെയിൽ തുടങ്ങിക്കൂടെ? എന്തേത് സാധിക്കാത്തത്? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കിടന്ന് ഈ രീതിയിൽ സിനിമ പോലും ആ രഞ്ജി പണിക്കരെ കൊണ്ട് ഇനി എന്തെങ്കിലും എവിടെ വന്ന് സംസാരിക്കുമ്പോൾ രഞ്ജി പണിക്കരെ കൊണ്ടൊന്ന് എഴുതിച്ചാൽ മതിയാണ്. ആ റെയിൽ ഇപ്പോഴും ആ മെട്രോ ട്രെയിനിനേക്കാളും ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് കൊച്ചി മെട്രോ മെട്രോ ട്രെയിനൊക്കെ ആരംഭിക്കുന്നത്. അല്ലാതെ കിടന്ന് ഈ മറ്റടുത്ത് സ്റ്റോപ്പ് വേണം, ആരെങ്കിലും നടന്നുകൊണ്ടോ അതിൽ വികസനം വേണം എന്നൊക്കെ പുള്ളി മൊത്തത്തിൽ മെട്രോ റെയിൽ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ ഒരുപാട് ചിലവുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഈ മണ്ടത്തരം പറഞ്ഞ് കൈയടിക്കുന്ന ആൾക്കാരെയൊക്കെ വേണം സമ്മതിക്കാൻ.